സങ്കീർത്തനം 105:37. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനം ഈജിപ്തിൽ കഠിനമായ അടിമത്തത്തിലായിരുന്നു. അവർ 430 വർഷങ്ങളോളം അതികഠിനമായ ജീവിതത്തിൽ കൂടി കടന്നുപോയി. ഇത് ദൈവം അബ്രഹാമിനെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അറിയിച്ച കാര്യമായിരുന്നു. ഉൽപ്പത്തി 15:13-14 നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടി പുറപ്പെട്ടു പോരും എന്ന് പറഞ്ഞിരുന്നു. പുറപ്പാട് പുസ്തകം 12:35-36 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ശത്രുവിൻ്റെ തീച്ചൂളയിൽ 400-ലധികം വർഷങ്ങൾ നരകിച്ച ജനം പിശാചിൻ്റെ കോട്ടയ്ക്കകത്ത് ഒരു ദൈവവൈതലിനെ കിട്ടിയാൽ എപ്രകാരം പിച്ചി ചീന്തുമോ അതുപോലെ ദൈവജനം നരകയാതന അനുഭവിച്ചു. എന്നാൽ ആ ശത്രുവിൻ്റെ കോട്ടയിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പകരമായി ചിലതൊക്കെ മടക്കി വാങ്ങിയാണ് ദൈവജനം പുറപ്പെട്ടു പോരുന്നത്. വിലപിടിപ്പുള്ള വെള്ളിയും പൊന്നും കൊള്ളയിടപ്പെട്ടതുപോലെ മിസ്രയീമ്യർ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ചതിന് പലിശ കൂട്ടി പ്രതിഫലം ലഭിച്ചതുപോലെയായിരുന്നു അവരുടെ പുറപ്പാട്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം തന്നെയാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ശൂന്യമായി നാം അതിൽ നിന്ന് പുറത്തു വരില്ല. ശത്രു എന്തെല്ലാം നമ്മിൽ നിന്ന് തകർത്തോ അതിലൊക്കെ പല ഇരട്ടി ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ തന്ന് ദൈവം നമ്മെ പുനഃസ്ഥാപിക്കും. ഇത്രയും വർഷങ്ങൾ കഠിനമായ ദാസ്യവേല ചെയ്തിട്ടും ശരിയായ ഭക്ഷണം ലഭിക്കാതെ ഇരുന്നിട്ടും അവരിൽ ആരും ബലഹീനനായില്ല എന്ന് പറഞ്ഞാൽ ദൈവിക കരുതൽ അവർ എത്രമാത്രം അനുഭവിച്ചു കാണണം. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്കും തരുന്നു. വഴിമധ്യേ തളർന്നു വീഴുവാൻ അനുവദിക്കില്ല ദൈവം. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് ദൈവം മടക്കിത്തരും. നമ്മെ പ്രത്യാശയോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുകയും ചെയ്യും. നമുക്കത് ഉറക്കെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ നഷ്ടങ്ങളെ അങ്ങ് ലാഭമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.